Good morning. Today going to talk about type-based classification of waste. Environment and Ecology എന്ന സബ്ജക്റ്റിലെ ഫോർത്ത് യൂണിറ്റിലെ പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്പ് ബേസ്ഡ് പലതരത്തിലുള്ള വേസ്റ്റുകളുണ്ട്. ഫസ്റ്റ് ഗാർബേജ് വേസ്റ്റ് മീൻ ഇൻക്ലൂഡ് അനിമൽ വെജിറ്റബിൾ വേസ്റ്റ് ജനറേറ്റഡ് ഫ്രം കിച്ചൺ കുക്കിംഗ് serving of food, slaughterhouse, market refuse. Then the waste are contain putrescribed organic matter which produces strong odor. അതായത് നമുക്കൊരു ബാഡ് സ്മെല്ല് ഉണ്ടാക്കണം. അനിമൽ വേസ്റ്റ് ആയാലും വെജിറ്റബിൾ വേസ്റ്റ് ആയാലും അതങ്ങനെ ഒരു ബാഡ് സ്മെല്ല് ഫോം ചെയ്യുന്നതാണ് ഗാർബേജ് എന്ന് പറയുന്നത്. ദേ അട്രാക്ട് റാറ്റ്സ്, വെർമിൻസ്, ഫ്ലൈസ് ആൻഡ് ഇൻസെക്ട്സ്. ഇത് റാറ്റ്സിനെയും വെർമിൻസും ഫ്ലൈസിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബാഡ് സ്മെല്ലുള്ള വേസ്റ്റാണ് ഗാർബേജ്. റബ്ബിഷ് എന്ന് പറഞ്ഞാൽ സോളിഡ് വേസ്റ്റ് അറൈസിംഗ് റിസൾട്ട് ഓഫ് ഹൗസ് ഹോൾഡ് കൊമേഴ്സ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് എക്സ്ക്ലൂഡിംഗ് ഗാർബേജ് ആൻഡ് ആഷസ് ആർ ടേംഡ് ആസ് റബ്ബിഷ്. അതായത് ഇത് അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല. ഇതിൻ്റെ കമ്പസ്റ്റബിൾ ആൻഡ് നോൺ കമ്പസ്റ്റബിൾ പ്ലാസ്റ്റിക് ബോട്ടിൽസോ സാധനങ്ങളൊന്നും നമുക്ക് സ്മെല്ല് ഉണ്ടാക്കുന്ന തരത്തിലുള്ളതല്ല. പക്ഷേ അത് നമ്മുടെ ആഷസും അതുപോലെ തന്നെ ഗാർബേജും കൂടി ചേർന്ന് തന്നെയാണ്. കമ്പസ്റ്റബിൾ ആയിട്ടുള്ളതുണ്ട്, നമുക്ക് കത്തിച്ച് കളയാൻ പറ്റുന്നതുണ്ട്, കത്തിച്ച് കളയാൻ പറ്റാത്ത, അതായത് നമുക്ക് കൂടുതൽ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് 1400 to 500 ഫാരൻഹീറ്റ് ഹീറ്റ് ഉപയോഗിച്ചിട്ട് കളയുന്ന ലീവ്സ്, പ്ലാന്റ്സ്, ക്ലോത്ത്സ് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. നോൺ കമ്പസ്റ്റബിൾ ആയിട്ടുള്ളത് ഗ്ലാസ്, മെറ്റൽസ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, സ്റ്റോൺസ്, ഓട്ടോ പാർട്സ്, അത് നമുക്ക് ഈസി ആയിട്ട് കത്തിച്ച് കളയാൻ പറ്റുന്ന മെറ്റീരിയൽസ് അല്ല. അതാണ് റബ്ബിഷ് എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് അതിന്നൊരു സ്മെല്ലൊന്നും അത് അവിടെ കിടന്നുകൊണ്ട് ഉണ്ടാവില്ല. പക്ഷേ അത് നമുക്ക് എന്താണ് കമ്പസ്റ്റബിളാണ്. അത് കത്തിച്ച് കളയാൻ പറ്റുന്നതാണെങ്കിൽ കത്തിച്ച് കളയാം, അല്ലെങ്കിൽ പിന്നെ നോൺ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള വേസ്റ്റും ഉണ്ട്. ഇനി ബൾക്ക് വേസ്റ്റ് ഹൗസ് ഹോൾഡ് ഫർണിച്ചർ, അപ്ലയൻസസ്, സ്റ്റവ്, വാഷിംഗ് മെഷീൻ, TV അതൊക്കെയാണ്. ടയറ്, ലോഡ് പൂവർ, ഓട്ടോ പാർട്സ്, ബ്രഷ്, ഡബ്രീസ് അങ്ങനത്തെ സാധനങ്ങളാണ് ബൾക്ക് വേസ്റ്റ്. ദെൻ പാക്കേജിങ് ആൻഡ് കണ്ടെയ്നേഴ്സ് സച്ച് ആസ് കാർഡ്ബോർഡ്, വുഡ് ബോക്സസ്, ഫൈബർ, പ്ലാസ്റ്റിക് അതൊക്കെ കൊമേഴ്സ്യൽ ബൾക്കി വേസ്റ്റ്. ഇൻഡസ്ട്രിയൽ ബൾക്കി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കാർഡ്സ്, കാർട്ടൂൺസ്, സ്റ്റീല്, ഫൈബർ, പ്ലാസ്റ്റിക് ഡ്രംസ്, ആ പെട്ടികൾ, സാധനങ്ങളൊക്കെയാണ് ബൾക്ക് വേസ്റ്റ്. ഇനി ആഷസ് ആർ ഡിഫൈൻഡ് ആസ് ഫൈൻ പൗണ്ടറി റെസ്യൂജസ്. ഫൈൻ പൗണ്ടറാണ് സിൻഡേഴ്സ്, അത് കത്തിക്കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് ഭാഗങ്ങൾ, കരിക്കട്ടകൾ പോലെയുള്ളത്. ക്ലിൻഡേഴ്സ് അറൈസിങ് ഫ്രം ദ ബേണിംഗ് ഓഫ് വുഡ്, കോള്, ചാർക്കോള്, കോക്ക്, അതർ കമ്പസ്റ്റബിൾ മെറ്റീരിയൽസ്. അത് കത്തിച്ച് കഴിഞ്ഞ് ചാരും അതുപോലെ തന്നെ കത്തിക്കഴിഞ്ഞ് കിടക്കുന്ന കരിക്കട്ടകളും ഉൾപ്പെടുന്നുണ്ട് ആഷസിൽ. സ്ട്രീറ്റ് വേസ്റ്റ് ലീവ്സ്, ഡേർട്ട്, ഡസ്റ്റ്, ലിറ്റർ, പേപ്പർ, പ്ലാസ്റ്റിക്, സ്ട്രീറ്റിലുണ്ടാവുന്ന പേപ്പർ, പൊടി, അതുപോലെ തന്നെ ഉണങ്ങിയ ഇലകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. വാക്ക് വൈസിലും പാർക്കിലും ബെഞ്ചസൊക്കെ ഉണ്ടാവുന്ന വേസ്റ്റുകളാണ് വെജിറ്റബിൾ മാറ്റേഴ്സ്, അതായത് ഉണങ്ങിയ ഇലകൾ കാര്യങ്ങളൊക്കെയാണ് സ്ട്രീറ്റ് വേസ്റ്റ് ആയിട്ട് പറയുന്നത്. ഡെഡ് അനിമൽസ് നാച്ചുറലി ആക്സിഡൻ്റലി കംപ്രൈസ് ഓഫ് ഡെഡ് അനിമൽ. സ്മോൾ അനിമൽസ് കാറ്റ്, ഡോഗ്, റാറ്റ്, റാബിറ്റ്, പൗൾട്രി, ഹോസസ് അങ്ങനെയുള്ള ഡെഡ് അനിമൽസിൻ്റെ വേസ്റ്റ്. ദ ഡെഡ് അനിമൽസ് വേസ്റ്റ് ആർ പ്യൂരിസ്ക്രൈബ് ആൻഡ് അട്രാക്ട് ഫ്ലൈസ് ആൻഡ് അതർ വെർമിൻ പോസിങ് സിവിയർ ഹെൽത്ത് റിസ്ക് ടു എൻവയോൺമെൻറ്റ്. അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലൈസിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, ബാഡ് സ്മെല്ല് വരുന്നതാണ്. അത് ഇതുപോലെ തന്നെ നമുക്ക് ഹെൽത്ത് റിസ്ക് ആണത്. കൺസ്ട്രക്ഷൻ ഓഫ് ഡിമോളിഷൻ വേസ്റ്റ് അതായത് ബിൽഡിങ്ങൊക്കെ പൊളിച്ച് പണിയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കുറേ വേസ്റ്റുകൾ ഡ്യൂറിങ് ദി കൺസ്ട്രക്ഷൻ, റീഫർബിഷ്മെൻറ്റ്, റിപ്പയർ ചെയ്യുക, ഡിമോളിഷ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കുറേ പാർട്സുകൾ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. സ്റ്റോൺസ്, കോൺക്രീറ്റ് ബ്രിക്കുകൾ, ലംബർ, സ്റ്റീല്, റൂഫിംഗ് മെറ്റീരിയൽ, അതൊക്കെ പ്ലംബിംഗ് മെറ്റീരിയലൊക്കെ അതിൽ വരും. സുവേജ് വേസ്റ്റ് സ്ലഡ്ജ്, അതായത് ഇത് മലിനജലമാണ്. മെറ്റീരിയൽസ്, സെമി സോളിഡ് ആയിട്ട് ഡിസ്ചാർജിന് സുവേജ് ട്രീറ്റ്മെൻറ്റ്. സെപ്റ്റിക് ടാങ്ക്സുകൾ, സ്യൂവേജ് വേസ്റ്റ്, സെപ്റ്റിക് ടാങ്കൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റുകളാണ് സ്യൂവേജ് വേസ്റ്റ്. ഇനി പ്ലാസ്റ്റിക്സ് versatile property of light, durable, easy to mold and economical use of almost all sectors of the economy. നമുക്കുള്ള പ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ ഓൾമോസ്റ്റ് ഓൾ സെക്ടേഴ്സ് ഇൻ അഗ്രികൾച്ചർ, കൺസ്ട്രക്ഷൻ, കൺസ്യൂമർ ഗുഡ്സ്, ഹൗസ് ഹോൾഡ്, ഹെൽത്ത് കെയർ, എല്ലാ ഫീൽഡിലും, ഹോട്ടൽസിൽ അവിടെയൊക്കെ നമുക്കിത്
ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. മൈനിങ് വേസ്റ്റ്, എക്സ്ട്രാക്റ്റീവ് ഓപ്പറേഷൻ മിനറൽ റിസോഴ്സസ് ഒക്കെ എക്സ്ട്രാക്ടേറ്റ് ചെയ്യുമ്പോൾ, അതായത് കുഴിച്ചെടുക്കുമ്പോൾ ദി ഇൻക്ലൂഡ് മിനറൽസ് ആൻഡ് ടോപ്പ് സോയിൽ, ഓവർ ബർഡൻ ഓഫ് വേസ്റ്റ്, റോക്ക്, റിമൂവ്ഡ് ഗെയിൻ ആൻഡ് മിനറൽ സോഴ്സ്. ആ മിനറൽ സോഴ്സ് നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന കുറേ സാധനങ്ങൾ, അതിൻ്റെ ഫൈനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയുള്ള കുറേ വേസ്റ്റുകൾ, വാട്ടർ, മൈൻ ടെയിലിങ്, അങ്ങനെയുള്ള കുറേ വേസ്റ്റുകൾ ഉണ്ടായിരിക്കും, മൈനിങ് വേസ്റ്റ്. നെക്സ്റ്റ് വരുന്നതാണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. ഹസാർഡസ് വേസ്റ്റ് ആണ്, ന്യൂക്ലിയർ റിയാക്ഷൻ വഴി ഉണ്ടാകുന്നതാണ്. ദേ പോസ് സിവിയർ ത്രെറ്റ് ടു human life and environment. Radioactive decays the ranging from few days from highly radioactive isotopes millions of years, slightly radioactive ones. അതായത് നല്ല റേഡിയോ ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട്, അതുപോലെ തന്നെ കുറഞ്ഞ ക്വാളിറ്റിയുള്ള റേഡിയോ ആയിട്ടുള്ള വേസ്റ്റുകളും ഉണ്ട്. അപ്പോൾ അതാണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റസ് എന്ന് പറയുന്നത്. ടൈപ്പ് ബേസ്ഡ് ആയിട്ടുള്ള വേസ്റ്റസ് ആണ്. ഓക്കെ, താങ്ക് യു.